നമ്മളിന്ന് ബിഗ് ബോസ് സീസൺ 7 മലയാളം റിവ്യൂ ആണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഈ അനീഷിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അനീഷിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അങ്ങനെ ആരോടും വൃത്തികേടായിട്ട് സംസാരിക്കില്ല, ആരോടും മോശമായി പെരുമാറില്ല. അവന് അവൻ്റേതായുള്ളൊരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലൂടെ മാത്രമേ പോവുള്ളൂ. അവൻ ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാനതിന് കിഴക്കുദിച്ചു, അല്ലെങ്കിൽ തെക്കുദിച്ചു വടക്കുദിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. അതേപോലെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അനീഷിന് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ തമ്മിൽ പ്രേമത്തിലാണ്. അവരിനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാലാണ് ഇത് പുറത്ത് വരുള്ളൂ. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ കല്യാണം കഴിച്ചൊന്നും വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, തുടക്കം മുതൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്താണ്, ഞാനൊരു കുറച്ച് ഇൻസിഡൻറ്റുകൾ പറയാം നിങ്ങളോട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്ലാച്ചിനെ എപ്പോഴും നെവിൻ ഓരോ മരത്തിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ കെട്ടി തൂക്കും. അത് വന്ന് അയച്ചു കൊടുക്കുന്നത് ആരാ? അനീഷ്. അപ്പോൾ പ്ലാച്ചീനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അനീഷ്. അതുപോലെ തന്നെ അവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ, നമ്മുടെ അനുമോളായിട്ട് പലരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അനുമോൾ ഒറ്റയ്ക്ക് പോയിട്ട് ഇരിക്കും. അപ്പോൾ അനീഷ് അവിടെ ചെന്നിട്ട് പറയും, എന്തിനാ അനുമോളെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നില്ലേ, അവിടെ വന്നിരുന്നൂടെ? എന്തിനാ അനുമോളെ ഇങ്ങനെ എല്ലാവരോടും തല്ലുവിടാൻ പോകുന്നത്? നമുക്ക് കുറച്ചൊരു ഇതൊക്കെ വേണ്ട, ഇങ്ങനെ കരയാൻ പാടണ്ട. ഇങ്ങനെ കരയുമ്പോൾ നമ്മുടെ ശരീരത്തിനെല്ലാം കേട്. നമ്മുടെ കണ്ണീര് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കരയല്ലേ. അപ്പോൾ എന്താ അനുമോൾ അങ്ങനെ ചെയ്യുന്നത്? ഒന്നുമല്ല അന്വേഷണം പറഞ്ഞപ്പോൾ. അങ്ങനെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനുമോളോട് ക്രഷ് ഉണ്ടെന്നുള്ളത് നമ്മുടെ അനീഷ് ഓപ്പണായിട്ട് പറയണത്. അത് ഇന്നലെ വന്നപ്പോൾ മോഹൻലാൽ ചോദിച്ചല്ലോ. അതങ്ങനെ ഉണ്ടാവുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അനീഷേ. ഒരാളോട് ക്രഷ് തോന്നുന്നത് നല്ല കാര്യമാണ്, ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് പ്രേമം തോന്നുന്നത് നല്ല കാര്യമാണ്, രണ്ടുപേരും ഫ്രീയാണ് എന്നുള്ള നിലയിൽ പറയണത്. അതിന് മോഹൻലാൽ ഇന്ന് നമുക്കൊന്നൊരു സീൻ കാണിച്ചു തന്നു. എന്താണ്, നമ്മുടെ നെവിൻ കൊണ്ടുവന്ന് ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ ആ ബെഡിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ വേറെ ബെഡ് നൂറ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും വേണ്ടാന്ന് പറഞ്ഞു. വാശിയുടെ മുകളിൽ ഒരു സോഫയുടെ ബാക്കിൽ പോയിട്ട് കിടന്നു. അവിടെ പായില്ല, മറ്റുള്ളൊരു ഒന്നുമില്ലാണ്ട് വെറുതെ തലവണയും വെച്ചിട്ട് എന്തുകൊണ്ടോ ഒരു പുതപ്പും വെച്ച് കിടക്കുക. ആ കട്ടിയുള്ള പുതപ്പുമല്ല. ഇത് കണ്ടപ്പോൾ അനീഷിന് ഭയങ്കര വിഷമായി. അനീഷ് ഓടിച്ചെന്ന് വലിയ തലവണയൊക്കെ എടുത്ത് പുതപ്പൊക്കെ എടുത്ത്, അനുമോളെ ഇത് പുതക്കി, ഈ അടിയിൽ നിന്നുള്ള തണുപ്പ് കയറില്ലേ, നീ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ അവിടെ വന്ന് കിടക്ക്, ഇവിടെ കിടക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സെൻറ്റിമെൻസാണ്. അതുപോലെ തന്നെ ആ കാറിലിരുന്ന ഉല്ലാസയാത്ര കാറിൻ്റെ ആ ടാസ്കിൽ അനീഷ് മുമ്പിലിരിക്കുമ്പോൾ അനീഷിനെ പല ആൾക്കാരും നമ്മുടെ നൂറയും ആരിനെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ അനുമോൾ പറയുന്നത്, നിങ്ങൾ എന്താണ് ഈ അനീഷിനെ വെറുതെ ഉപദ്രവിക്കുന്നത്, അതവിടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5-8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനുമോൾ പറയണ്, എന്താണ്, അനീഷ് ഇറങ്ങിയാൽ ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, അനുമോൾ ഇറങ്ങിയാൽ ഞാനപ്പോൾ ഇറങ്ങുന്നു. അപ്പോൾ എന്തുണ്ടായി, അനുമോൾ ഇറങ്ങിയപ്പോൾ അനീഷ് ഇറങ്ങി. ഇതാണ് ഇവരുടെ ഇടയിലുള്ള ഭയങ്കര കോംബോ. ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര പ്രേമത്തിലാണ്. പക്ഷെ അതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം. അനീഷിൻ്റെ അടുത്ത് ഇന്ന വരെ അനാവശ്യമായിട്ടൊരു വഴക്കിനോ ഒരു തിക്കും തിരക്കിനോ ബഹളത്തിനോ നമ്മുടെ അനുമോൾ പോയിട്ടില്ല. അതേപോലെ തന്നെ അനീഷും വളരെ സോഫ്റ്റായിട്ടാണ്. ഭക്ഷണം കഴിക്കാത്തത് എന്താ എന്ന് പല പ്രാവശ്യം പല സമയത്തും പോയി ചോദിക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളതൊന്നും ഇത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് അനുമോളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല, അനീഷിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ അനുമോളുടെയും അതുപോലെ തന്നെ അനീഷിൻ്റെയും ഒരു കല്യാണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊരു തൃശ്ശൂരും തിരുവനന്തപുരമായിട്ടുള്ളൊരു കല്യാണമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ വരുമ്പോൾ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.